നമ്മൾ ഈ വീഡിയോയിൽ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുകയെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ. വണ്ടി കൊണ്ടുപോകണത് പറയുന്നത് ഒരു ഫുൾ ലോറിനെയാണ്, 2AG ട്രക്കർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഞാൻ കേരളം തൊട്ട് കാശ്മീർ വരെ ഫ്രീ ലിഫ്റ്റ് ചോദിച്ചു പോവാണ്. അപ്പോൾ പോയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ ഉണ്ടായിരുന്നത് നാഗ്പൂരാണ്. ഇനി നാഗ്പൂരിന് എനിക്ക് ഡൽഹിക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഡൽഹി പറയുന്നത് 1200 കിലോമീറ്ററാണ് ഇവിടുന്ന് ഡൽഹിക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വണ്ടി കിട്ടുമോയെന്ന് അറിയാം. ഡൽഹിക്കുള്ള വണ്ടി ഡയറക്റ്റായി കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ജോധ്പൂരിൽ നിന്ന് ഡൽഹി, അങ്ങനെ ഒന്ന് ഈ രാജസ്ഥാൻ വഴി പോലും ഒന്ന് UP വഴി പോലുമാണ് 2 രീതികളുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് പോകേണ്ടത്. ഇത് ഹൈദരാബാദ് റൂട്ടാണ്. ഹൈദരാബാദിൽ നിന്ന് ഇവിടുന്നാണ് നേരെ പോയിട്ട് ഡൽഹിക്ക് പോകേണ്ട റൂട്ട്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റ് പോയിട്ട് ഒരു ഏട്ടനെ കിട്ടിയിട്ടാണ്. ഏട്ടനാണ് ആളെ എന്നെ അതുവരെ വിടാൻ പറഞ്ഞു. ലോറിയൊക്കെ കിട്ടുന്ന അതുവരെ വിടാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. എനിക്ക് ലിഫ്റ്റ് വന്നു. വൈ താങ്ക് യു. കേരള ടു കാശ്മീർ സീരീസിലെ ഇപ്പോൾ കവർ ചെയ്യാൻ പോണ ഇതാണ് ഏറ്റവും വലിയ റൂട്ട് പറയുന്നത്. ഇത്രയും കാലം ഞാൻ കവർ ചെയ്ത് 500, 560 അത്ര കിലോമീറ്ററാണ്. പക്ഷേ ഇനി പോണത് ഒരു 1000, 1200 കിലോമീറ്ററാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ റൂട്ട് നമ്മൾ കവർ ചെയ്യാൻ പോണത് കേരള ടു കാശ്മീരിൽ. കുറേ നേരെ നിൽക്കണം കേട്ടോ ഈ ഹൈവേയിൽ. പക്ഷേ എനിക്ക് വണ്ടി കിട്ടില്ല. അപ്പോൾ ഒരു വണ്ടി നിർത്തി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ എന്താ വണ്ടി നിർത്താത്ത കാരണം പറഞ്ഞാൽ ഇവിടെ ഫുൾ കള്ളന്മാരുടെ ഇതാണ്. അവർ വന്നിട്ട് വണ്ടിയൊക്കെ നിർത്തിയാൽ പെട്രോളൊക്കെ അടിച്ച് പോവും, പിന്നെ കത്തിയൊക്കെ കാട്ടി ആൾക്കാരെ മേറ്റും. അത് കാരണം ഇവിടെ നമ്മൾ ലിഫ്റ്റ് ചോദിച്ചാൽ വണ്ടി നിർത്തണേ ഇല്ല. പക്ഷേ ഈ ഏട്ടൻ എനിക്ക് നിർത്തി തന്നു കേട്ടോ. കണ്ട ഈ ഏട്ടന്മാരാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. ഇവരെന്നെ അവിടെ വരെ വിടാൻ പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏരിയ നാഗ്പൂർ ഏരിയ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ് ഈ ഹൈവേയിൽ. ഇവിടെ കള്ളന്മാരും എല്ലാവരും ഉണ്ട്. അത് കാരണം ഇവർ വണ്ടി ആരും ഇവിടെ നിർത്തില്ല. അപ്പോൾ ഏട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. അതുവരെ താങ്ക് യു. JCB കൊണ്ടുപോകണം കണ്ടില്ലേ. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര ബോർഡറിൽ എത്തിയിട്ടോ. ഇനി അപ്പുറത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിനി MP കൂടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ അന്ന് കണ്ട പോലെ വെയിം ബ്രിഡ്ജ് കേട്ടോ. നിങ്ങൾക്ക് പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു വെയിം ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു വെയിം ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് MP എത്തി കേട്ടോ. ഇനി MP വഴിയാണ് നമ്മൾ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോയ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഹൈദരാബാദിൽ കൂടെ വരുമ്പോൾ ഇതേപോലത്തെ ഒരു വെയിം ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇവർ വണ്ടിയിൽ എത്ര വെയിറ്റ് ആണ് നോക്കിയിട്ട് പിന്നെ ഇത് അവിടെ ഞാൻ കാണിച്ചുതരാം. ഓഫീസ് കാണിച്ചുതരാം. ആ ഓഫീസ് വഴി അവർ നേരെ ഇവിടെ അവർക്കൊരു ബില്ല് കിട്ടും വണ്ടിയിൽ ഇത്ര വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് അവർ ഓഫീസിൽ പോയി കാണിച്ച് പിന്നെയാണ് ഹൈവേ കൂടെ പോകാൻ സമ്മതിക്കുള്ളൂ അവർ. ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതാണ് ഓഫീസ്. അവിടെ പോയിട്ട് ഇപ്പോൾ ആ വെയിം ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ടോക്കൺ കൊടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും. അവിടെ പോയി അടച്ചിട്ട് വേണം ഇവർക്ക് ഇവിടുന്ന് പോകാൻ. ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഡിസ്റ്റർബ് ആവണ്ട പറഞ്ഞിട്ട്, ഈ ഫോറസ്റ്റ് ഏരിയ ഡിസ്റ്റർബ് ആവണ്ട പറഞ്ഞിട്ട് ഫോറസ്റ്റിന് അടിയിൽ കൂടെ അല്ല നമ്മളെ റോഡ് പോകണം. അവർ ഇതിനു വേണ്ടിയായിട്ട് ഒരു ബ്രിഡ്ജ് കെട്ടി ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ ഈ റോഡ് പോകണം. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വലിയൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ചിൽ ഒരു സിറ്റി പോലത്തെ ഏരിയയാണ്. ഇവിടെ നിറയെ കടകൾ, ഫ്രൂട്ട്സ് കട, പിന്നെ ഇവിടെ നിറയെ AC കടകളുണ്ട് കേട്ടോ. AC പറഞ്ഞാൽ നമ്മുടെ കൂളറുകൾ. ഇപ്പം നല്ല ചൂടാണ് ഈ മധ്യപ്രദേശിൽ. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നിറയെ കൂളറുള്ള കടകളുണ്ടാവും. മധ്യപ്രദേശിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച പറയുന്നത് നിറയെ ഫോറസ്റ്റുകളായിരിക്കും. ഫോറസ്റ്റും ടൈഗർ റിസർവ് ഒക്കെ ഉള്ള ഏരിയ കൂടെ ആയിരിക്കും മധ്യപ്രദേശിൽ പോകുന്നത്. ഈ സാധനം എന്തിനാണ് കെട്ടിവെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ നിന്ന് ആന, കുരങ്ങൻ, പുലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോഴത്തെ റോഡിൽ വന്നിട്ട് ആക്സിഡൻ്റ് ആവണ്ട പറഞ്ഞിട്ട് ഗവൺമെൻറ് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ഹൈവേയിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഇവിടെയും ഈ 2 സൈഡും ഇതേപോലെ കെട്ടിവെച്ചിരിക്കുന്നത്. ഇത് ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സേഫ്റ്റി ഇവിടെ അനിമൽ പ്രൊട്ടക്ഷന് കൊടുക്കുന്നുണ്ട് ഇവർ ഗവൺമെൻറ്. വണ്ടിയുടെ ഉള്ളിലൊരു നല്ലൊരു സ്മെല്ല്, നമ്മുടെ മൈലാഞ്ചിയുടെയൊക്കെ സ്മെല്ല്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഈ റോഡ് സൈഡ് നിങ്ങൾ നമ്മുടെ ഇത് കാണില്ലേ, ഈ സാധനം മൊത്തം മൈലാഞ്ചി ചെടിയാണ്. ഇവർ
റോഡിൽ മൊത്തം NH റോഡിൽ മൊത്തം മൈലാഞ്ചി വെച്ചിരിക്കുന്നത്. അത് പൂത്തിരിക്കുന്ന കാരണമാണ് ഇത്രയും സ്മെല്ല് വരുന്നത്. വണ്ടി മൊത്തം സ്മെല്ലായി നിറഞ്ഞിരിക്കുകയാണ് മൈലാഞ്ചി. പിന്നെ ഇതന്നെ അവർ കട്ട് ചെയ്തിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ആ ഡ്രൈവറായിട്ട്. കണ്ടോ മൈലാഞ്ചി ചെടി ഫുള്ള്. നമ്മുടെ അവിടെയൊക്കെ വേറെ പ്ലാന്റ് ആയിരിക്കും വെക്കുക, പക്ഷേ ഇവിടെ മൈലാഞ്ചി ചെടിയും പിന്നെ മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു പിങ്ക് കളർ പൂവൊക്കെ വരുന്നൊരു ചെടിയും വെച്ചിട്ട് ഫുൾ മൈലേജിനാണ്ട. ഒരു മല കയറിക്കൊണ്ടിരിക്കുകയുണ്ടാവും, കുറേ പേവുണ്ട്. അതിനിപ്പോൾ ഇങ്ങനെ നമ്മൾ മല കയറിക്കൊണ്ടേയിരിക്കണം, ചുറ്റി 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 പോയിക്കൊണ്ടേയിരിക്കും. എത്ര കുറേ ഒരു പാമ്പ് പോണ പോലെ ചുറ്റി ചുറ്റി പോയിക്കൊണ്ടേയിരിക്കണം. അത് അപ്പുറത്തെ ഫോറസ്റ്റ്, ഇപ്പുറത്ത് നമ്മൾ മെല്ലെ ചുറ്റി 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 പോയിക്കൊണ്ടേയിരിക്കണം. ഒരു മല കയറുന്ന പോലെ കറക്റ്റ്. റോഡൊക്കെ കണ്ടോ, ഹൈ ക്ലാസ് റോഡുകൾ. ഒരു ഗ്രാമപ്രദേശമാണിത്, MP ഒരു ഗ്രാമപ്രദേശം. അതാ ഒരു അമ്പലം. ഒരു തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ. വണ്ടി കൊണ്ടുപോകണത് പറയണത് ഒരു ഫുൾ ലോറിനെയാണ്. കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ ലോറിയാണ്. ഇതെന്നാ ലോറിയാണാ? ലോറിയാ ഇത്? ലോറിയാ? ഈ ലോറി മൊത്തം ഇടിച്ച് പപ്പടമാക്കി മൊത്തം പാർട്സായിട്ട് അതന്നെ ഒരു ലോറിയിൽ കയറ്റിയിരിക്കുന്നത്. നമ്മളൊരു തമിഴ്നാട് വണ്ടിയാണിത്. ഇതൊരു തേങ്ങ കൊണ്ടുപോയ ഒരു ലോറിയാണ്. ഈ ലോറി മറഞ്ഞ് തിരിഞ്ഞ് എന്നിട്ട് അവരുടെ കമ്പനി വണ്ടീനെ കയറിക്കൊണ്ടു. തമിഴ്നാട് വണ്ടിയാണിത്. ചേട്ടന്മാരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്നുണ്ട്. ഇതൊരു പഞ്ചാബി ധാബയാണ്. ഇവിടെ ഈ ധാബയിൽ നിന്നിട്ട് നമ്മൾ ഇവിടെയാണ് കഴിക്കാൻ പോണത്. ധാബല് ഇവിടെ നമ്മൾ കഴിക്കാൻ പോകണം. ഇതാണ് നമ്മളെ ഡ്രൈവറേട്ടൻ, ആളുടെ ഭാര്യയുടെ അനിയനാണ് ഇത്. പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് വണ്ടി ഓട്ടിക്കുന്നത്. അതൊരു പുതിയ ചെക്കൻ. ചപ്പാത്തിയിൽ തന്തൂർ ഉണ്ടാക്കിയിരുന്നു നോക്കിക്കോട്ടാ. ഇപ്പം അതിലൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്തൂറുണ്ട്. നല്ല ചൂടാണ്. എടുക്കണുണ്ടോ? എത്ര വേറ്റയാണ് അവർ എടുക്കണുണ്ടോ? നമ്മൾ മധ്യപ്രദേശിലെ പോകെ നമ്മൾ അങ്ങനെ ഉൾഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഉൾഗ്രാമത്തിൽ കൂടെ പോകുമ്പോൾ അധികം കോൺക്രീറ്റ് ചെയ്ത വീടുകളൊന്നും കാണുന്നില്ല. ഇപ്പോൾ അതാ അവിടെ കാണുന്ന പോലെ മൊത്തം ഓട് വീടുകളാണ് നിറയെ കാണുന്ന ഒരു ഗ്രാമം. ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ നിറയെ ഓട് വീടുകളാണ് ഈ ഗ്രാമത്തിൽ മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് അടുത്തുള്ള ഒരു ചായക്കടയുണ്ട് ഇവിടുത്തെ ചായക്കട. പിന്നെ ഇവിടെ വന്നാൽ മെയിനായിട്ട് ഇതും കാണും. പിന്നെ കണ്ട ബജ്ജി, കച്ചോടി. ഇത് കണ്ട കച്ചോടി, സമൂസ. പിന്നെ ഈ മഹാരാഷ്ട്ര പിന്നെ ഇത് കണ്ട ഫുള്ള് ഹൽദിറാമിൻ്റെ സ്നാക്സ്. ഇതുണ്ടോ ഹൽദിറാമിൻ്റെ സ്നാക്സ്. പിന്നെ കണ്ടു. പിന്നെ ഇവിടെ പാൻ മസാല കണ്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഫുള്ള് യഹാ ബാൻഡ് നെയ്യാനാ. ഇവിടെ ബാൻഡ് അല്ല, പക്ഷെ നമ്മുടെ അവിടെയൊക്കെ ബാൻഡാണ്. ഇവിടെയൊക്കെ ഫുൾ ഇത് കണ്ട. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്ന ശേഷം ഇനി കുളിക്കാൻ പോകുന്നുണ്ട്, ഫ്രഷ് ആവാൻ പോകുന്നു. ഈ നദിയിലാണ് ഫ്രഷ് ആവാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ആൾക്കാർ മീൻ പിടിക്കണതാണ്. അത് കണ്ടോ, ആ ഇതിൽ മീൻ പിടിക്കണതാണ്. ഭയങ്കര ആഴമുണ്ട്. ഇവിടുന്ന് നമുക്ക് ഫോണിൽ തന്നെ കാണാൻ പറയാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ 2-3 കൂട്ടുകാരും കൂടി ഉണ്ട്. അവർ വന്നേ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കുളിക്കുക. നിങ്ങളപ്പോഴേ കുറച്ചപ്പോഴേ കണ്ടില്ല അപ്പോഴാണ് ആ പുഴയിൽ പോയി ഫ്രഷ് ആവാൻ പോകുന്നുണ്ട്. ഇനി ഡൽഹി എത്താൻ നാളെ വൈകുന്നേരം ഞാൻ ഡൽഹി എത്തുള്ളൂ. അത് കാരണം പിന്നെ അവിടെ പോയി ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കയറിയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഏട്ടന്മാർ ലോറിയിട്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ആളുടെ അരിയൻ്റെ ഭാര്യയുടെ ആള്. പിന്നെ ഇവൻ വേറെ ആളുടെ കൂടെ. ഇവർക്ക് ആർക്കും അത്ര വയസ്സായിട്ടില്ല കേട്ടോ. പിന്നെ ഈ ചെക്കൻ ഇവരുടെ ഈ ചെക്കൻ്റെ കൂടെ വന്നത്. പിന്നെ ആ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ ആ 2 ചെക്കന്മാരും. ഇവരാണ് നമ്മളെ അവിടുന്ന് ഹൈദരാബാദ് അല്ല സോറി നാഗ്പൂരിൽ തന്നെ ഇതുവരെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ ഇവിടെ ആദ്യം കണ്ടില്ല നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. അതും
അതും പിന്നെ അവിടെയും വേറൊരു വണ്ടിയും കൂടി ഉണ്ട്. അതും അവിടെ ഒരു വണ്ടിയും കൂടി, അതും കൂടെ നമ്മളെ ഡൽഹിക്ക് പോണ വണ്ടി കണ്ട. ഹായ് പോലെ ഭയ്യാ. നാഗ്പൂരിന് കയറിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 ധാബയിൽ കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഫ്രഷ് ആയത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഏട്ടന്മാരാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവരൊക്കെ നമ്മുടെ ഏട്ടന്മാരാണ്. ഇവരുടെ പിന്നാലെ ഞാൻ ഡൽഹി വരെ പോണത്. അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്ന നദി പറയും ഒരാൾ മീൻ പിടിക്കും. നമുക്ക് പോയി നോക്കാം കേട്ടോ എങ്ങനെ അയാൾ മീൻ പിടിക്കുന്നത്. മീനൊക്കെ ഉണ്ടോ നോക്കാം. എത്ര വലിയ ചൂണ്ട കണ്ട. ഫുൾ കല്ലാണ്, നമ്മൾ നോക്കി നടക്കണം. എല്ലാം പറഞ്ഞാൽ വീഴും. ഇതുണ്ട് ചൂണ്ടയുടെ ഹൈറ്റ് കണ്ടോ, ഭയങ്കര വലിയ ചൂണ്ട. भैया मछली पकड़ा दिखाओ एक. तो इसे देखो इसमें मछली. എന്താ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഡാം മീൻ പോലെ തന്നെ. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഫോറസ്റ്റുകൾ വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ കാണില്ലേ, ഇപ്പം നമ്മൾ പോണത് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ഫോറസ്റ്റ് കൂടെ. ഈ ഫോറസ്റ്റിൽ ഞാനിപ്പോൾ കണ്ടത് പറഞ്ഞാൽ അത്ര വലിയ വലിയ മരങ്ങളല്ല, എല്ലാം ചെറിയ ചെറിയ മരങ്ങൾ, ഒരു കുറ്റിക്കാട് പോലത്തെ ഒരു മരങ്ങളാണ് ഈ ഫോറസ്റ്റ്. ഞാൻ ഈ മലയിൽ കാണുന്നത് ഫുൾ മലകളാണ്. ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന ലോഡ് നോക്കാം എത്രയാണ്. വൈക്കോല് നമ്മുടെ ആ മാടുകൾക്ക് കൊടുക്കാനുള്ള വൈക്കോല് നടത്തുന്ന വണ്ടിയാണ് ഫുൾ. ഇത് കണ്ടില്ലേ വൈക്കോല്, ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ വൈക്കോല് നടത്തുകൊണ്ട് അയാൾ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുന്നത് MP ഗ്വാളിയറാണ് കേട്ടോ. ഇവിടുന്ന് ഇനി ഡൽഹിക്ക് 336 കിലോമീറ്ററാണ് ഇനി ഇവിടുന്ന് ഡൽഹിക്കുള്ളത്. നമ്മൾ ആഗ്ര വഴി പിന്നെയാണ് ഡൽഹി ടച്ച് ചെയ്യുക. UP കയറിയിട്ട് പിന്നെയാണ് ഡൽഹി ടച്ച് ചെയ്യുക. MP-യിലെ ഒരു മാർക്കറ്റിൽ കൂടെ നമ്മൾ പോകണം. മാർക്കറ്റിൽ കണ്ടില്ലേ കുറേ ലോറികൾ നിൽക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ലോറികളാണ്. പിന്നെ JCB-കൾ. പിന്നെ അവിടെ ഒന്നും ഉമ്മർത്ത് പോകുന്നില്ല ട്രാക്ടർ. ഈ ട്രാക്ടറിൽ ഇവിടെ മെയിനും ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഈ പുഴമണ്ണ് എടുത്ത് അവർ തേക്കാനും അതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടുകാലമാണ് ഇപ്പോൾ കേട്ടോ. നിങ്ങൾ കാശ്മീർ ട്രാവൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ റോഡ് വഴി ട്രാവൽ ചെയ്യുന്നത് ഈ സമയം നല്ലതല്ല. ഒരു തണുപ്പ് സമയമൊക്കെയാണ് നിങ്ങൾക്ക് ബെറ്റർ പറയുന്നത് ഇങ്ങനെയൊക്കെ പോകാൻ. ഇതിൽ നിങ്ങൾ ട്രെയിനിൽ പിടിച്ചിട്ട് നേരെ പോകണമായിരിക്കും. ഈ കാശ്മീർ ഈ ചൂട് കാലത്ത് സമയം നമ്മളവിടെ മഴയാണെങ്കിലും ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ഈ തമിഴ്നാട് വണ്ടി പോയി കണ്ടില്ലേ, ഇവിടെ ഈ ഡൽഹിക്ക് പോകുന്ന റൂട്ടിൽ നിറയെ തമിഴ്നാട് വണ്ടികൾ കാണാം കേട്ടോ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക. നമ്മുടെ KL വണ്ടികൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് നിറയെ പേര് ഈ നോർത്ത് സംസ്ഥാനത്തേക്ക് ലോഡ് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഹൈവേയിൽ വരുമ്പോൾ തന്നെ കുറേ പേരെ കണ്ടു. നമ്മളിപ്പോൾ പറയുന്നത് ഈ ട്രക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു അമ്പലത്തിൽ വന്ന് എപ്പോഴും പൂജ കഴിക്കും. അതിൻ്റെ അവിടേക്കാണ് നമ്മൾ പൂജ കഴിക്കുക പറഞ്ഞാൽ അവരുടെ മെയിൻ എല്ലാ ട്രക്ക് ഈ NH44 പാസ്സാവണ എല്ലാ ട്രക്കും അവർ ഇവിടെ തൊഴുത് നമ്മുടെ അവിടെ മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂർ പോകുന്ന റൂട്ടിലുണ്ടായിരുന്നില്ല, അതേപോലെ ഇവിടെയും അതേപോലത്തെ ഒരു അമ്പലമുണ്ട്. ഈ പ്രസാദം ഇവിടെ പൂജ കഴിച്ചിട്ട് അമ്പലത്തിൽ ഇതാണ് അവരുടെ അമ്പലം പറയുന്നത്. ഇവിടെ തൊഴുത് പ്രസാദം ഇങ്ങനെ കൊടുക്കും ദൈവത്തിന്. അത് കണ്ട, അതാണ് ഇവിടെ എല്ലാ ട്രക്കേഴ്സും വന്നിട്ട് ട്രക്ക് ഓട്ടിക്കുന്നവരൊക്കെ വന്ന് ഇവിടെ വണ്ടി നിർത്തി പ്രസാദം വാങ്ങിച്ച് ഇനി ഇവിടെ കൊടുത്തിട്ടേ ഒരു പൂളു കേട്ടോ. പ്രസാദം അവിടെ കൊടുത്തു. ചുറ്റും മലകളാണ്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന രാജസ്ഥാൻ ഏരിയ കൂടെയാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഡൽഹിക്ക് NH44 പോണ റൂട്ടിലാണ് ഇപ്പോൾ ഈ അമ്പലം ഉള്ളത് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഓരോ ഡ്രൈവേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കും. ഇതാണ് ആ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേര് ദേവ്പൂരി എന്നാണ്. ഇവിടെ ഏത് ട്രക്കോ 4 വീലറോ 2 വീലർ ഏത് വണ്ടി ഇവിടെ പോയാലും ഇവിടെ വന്ന് തൊഴുതിട്ടേ പോകും. ഈ അമ്പലത്തിലാണ് നമ്മളിപ്പോൾ പോയത്.
രാജസ്ഥാനും എംപിയുടെയും ബോർഡറാണ്. ഇത് NH44 കിടക്കുന്ന വഴിയാണ്. ഇത് ഈ പുഴേനെ പറയുന്നത് ചെമ്പൽ റിവർ എന്ന്. പക്ഷേ അവിടെ കണ്ടില്ലേ ഫുള്ള് പുഴേനെ മണ്ണ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്യാമറയിൽ എത്ര കാണുന്നതെന്ന് അറിയില്ല. വലിയ ബ്രിഡ്ജ്. ഇപ്പൊ നമ്മൾ വന്നില്ലേ അത് എംപിയും ഇപ്പൊ നമ്മൾ പോണത് രാജസ്ഥാനും. ഈ പുഴയാണ് ഈ രണ്ട് രാജസ്ഥാനും എംപിനെയും നടുവിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ നടുവായിട്ട് പിരിക്കുന്നത് നമ്മളവിടെ ബോർഡർ പോലെ തന്നെ ഈ പുഴയാണ് ഇവരുടെ ബോർഡർ. അവിടെ കാണില്ലേ അത് രാജസ്ഥാനിലെ ഒരു ഫോർട്ടാണ് കേട്ടോ. സേഡ്ഗഡ് കില എന്നാണ് അവർ പറയുന്നത്. ഈ ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ രാജസ്ഥാനെത്തി ഭയങ്കര ചൂട് കേട്ടോ. എൻ്റെ അമ്മോ, എംപിയിലും നല്ല ചൂടായിരുന്നു, രാജസ്ഥാനിലും നല്ല ചൂടാണ്. കുൽദീപ് ഭട്ടിൻ്റെ കസിനാണ് ഇത്. അപ്പോൾ നമ്മൾ ഇന്നലെ കുൽദീപ് ഭട്ടൻ രാജസ്ഥാനുകാരനാണ്. അപ്പോൾ കുൽദീപ് ഭട്ടിൻ്റെ വീട് പറയുന്നത് ഈ NHക്ക് പോണ വഴിയാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് എടുത്തിട്ട് ആളുടെ കസിനെയാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ശരിക്കും ഡൽഹി എത്തുന്നത്. ഡൽഹി ഇന്നലെ രാത്രി ഒരു 12-1 മണിക്കാണ് ഡൽഹി എത്തുന്നത്. പക്ഷേ എത്തിയില്ല. എന്താ പറഞ്ഞാൽ വണ്ടി ഒരു ചെറിയൊരു പ്രശ്നം, പഞ്ചറും അങ്ങനത്തെ കാണിച്ചായിരുന്നു നമ്മൾ എത്തിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ധാബയിൽ നിൽക്കണം. ആളുടെ കസിനാണ് കേട്ടോ. ആള് ഹായ് ബോൾത്തെ പയ്യ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടി ഒരു ധാബയിൽ നിർത്തിയിട്ട് വണ്ടി നേരാക്കാൻ വേണ്ടിയൊക്കെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് വേറെ വണ്ടി പിടിച്ച് പോവുമായിരിക്കും. അത് പറയാൻ പറ്റും, നോക്കാം. നമ്മൾ നിൽക്കുന്ന ധാബയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കൽക്കരി പൊട്ടിക്കണാണ് കാണുന്നത്. കണ്ട ഇത് കൽക്കരി വലിയൊരു പീസ്, അതിനെ ഹാമറിലിട്ടിട്ട് പൊട്ടിക്കണാണ് കാണുന്നത്. ഈ ധാബയുടെ സൈഡ് മൂത്രമൊഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ട സാധനമാണ് ഇത്. ചിലവർക്കെങ്കിലും മനസ്സിലായിണ്ടാവും. ഇത് കഞ്ചാവാണ്. ഈ കഞ്ചാവ് പറയുന്ന ഈ ഏരിയയിൽ ഫുള്ളും അങ്ങനെ പടർന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആ നിന്ന് ധാബയുടെ പിന്നാലെയാണ് ഫുൾ കഞ്ചാവ്. എന്താ കഞ്ചാവിൻ്റെ ചെടി. ഇവിടേക്ക് ഇത് നാച്ചുറലായി വരുന്ന സാധനമാണ്. ആരും മുളപ്പിക്കുകയൊന്നുമില്ല. ഇതൊക്കെ അവർ ഫാമിൽ വരുന്ന കഞ്ചാവ് ചെടികളാണ്. നമ്മൾ ഈ വീഡിയോയിൽ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുകയെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ വഴിയിൽ വരുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ ആ സാധനം കാണിച്ചു എന്നുള്ളൂ. ഇവിടെയൊക്കെ സാധാരണ ചെടികൾ നമ്മളവിടെ പുൽച്ചെടിയില്ല അതുപോലെ വളർന്ന പോലെ വരുന്ന സാധനങ്ങളാണ്. ഈ ഏരിയ മൊത്തം നമുക്ക് ഇതേപോലെ കണ്ടുകൊണ്ടിരിക്കാം. റോഡ് സൈഡ് പോകുമ്പോഴും നമുക്ക് ഇതേപോലെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റും.